അപ്പം നമ്മളിന്ന് സോ ഗൈസ് അപ്പം ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം. സോ ആരുഷ് അങ്ങനെ മുംബൈയിലേക്ക് തിരിച്ചു പോവാണ്. സോ നമ്മളിപ്പം 8:25 വണ്ടി. ഇപ്പം വിദേശ സമയം 7:30 കഴിഞ്ഞു. ഇപ്പം നമ്മളിപ്പം നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അപ്പം എല്ലാവരും റെഡിയായി തിരക്കിലാണ്, എടുത്തു വെക്കുന്ന തിരക്കിലാണ്, ബാഗെല്ലാം ഇതായി. അപ്പം നമുക്ക് ബാക്കി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. സോ നമ്മളെ മാമനെ ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ ഇവര് മാമൻ്റെ കാറിലും നമ്മൾ സംഗി കാർ എടുക്കുന്നുണ്ട്. അപ്പം സംഗീൻ്റെ കാറിലും പോകും. സോ അങ്ങനെ ആര് പോവാണ്, 1 മാസത്തെ വെക്കേഷൻ ശേഷം തിരിച്ചു പോവാണ്. ഏകദേശം 1 മാസം. ഒരുത്തന് ഇടാ വടായി വിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. സോ നമ്മളപ്പം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് എടുക്കാം. ബാഗും എല്ലാം പാക്ക് ചെയ്തു. സോ 2 കെട്ട് വേറെ എടുക്കാനുണ്ട്. സോ അപ്പം എന്താ പറയാനല്ലേ. സോ സംഖ്യ വന്നു സോ സംഖ്യ നാളെ പോലെ, അപ്പൊ ആരും ഇന്ന് പോലെ എല്ലാരും പോകുന്ന തിരക്കിലല്ലേ. സോ ഇങ്ങനത്തെ 2 കെട്ടുണ്ട്. അപ്പം എന്താ പറയാനല്ലേ. അപ്പം നമുക്ക് ബാക്കി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് എടുക്കാം. 2 സാധനവും ഇതിൽ വെക്കാണ്. ഒന്ന് സാധനം ആ കാറിലും അല്ലെങ്കിൽ ഈ കാറിലും വയ്ക്കും. അല്ല വെച്ചു വരാ. സോ നമ്മള് 2 സാധനങ്ങൾ ഈ കാറിൽ വെച്ചു. അപ്പൊ നമ്മള് 2 കാർ എടുത്തിട്ടാ പോകുന്നത്. അടിയില്ലേ, ഡോർ അടിയില്ലേ. അപ്പൊ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്താം. നമ്മള് 2 കാറിലായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ. നമ്മള് പോലെ നമ്മള് ബാഗെല്ലാം ഇങ്ങനെ എടുത്തു വെച്ചു. ഈ ഒരു വണ്ടിയിൽ ഇത്ര ബാഗ്, ആ ഒരു വണ്ടിയിലും വെച്ചിട്ടുണ്ട്. സോ നമ്മള് പോവാണ്. പോകുന്നതിൽ സന്തോഷം. സോ ഇതാണ് ശശിയാണ്. സന്തോഷമില്ലേ? ഇല്ല, വീഡിയോ എടുക്കുന്നത് ജസ്റ്റ്. നമ്മളെല്ലാം റെഡിയായി ഇങ്ങനെ പോവാ. ഡാൻസ് ഇറങ്ങാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക്. എല്ലാവരും റെഡിയായി. സോ നമ്മളെല്ലാവരും പോവാണ്. ഞാനും ആരും സംഗീതത്തില്, ബാക്കി എല്ലാരും അതില്. നീ വിളിക്കുന്ന നമ്മൾ വിടല് അല്ലേ. ഓക്കെ വിടാം. സോ നമുക്ക് ബാക്കി സ്റ്റേഷനിൽ എത്തിയിട്ട് എടുക്കാം, ആയിരിക്കും നല്ലേ. അതാണ് സ്റ്റേഷൻ, ചെറുത്തൂര്. സോ അങ്ങനെ ഇവിടെ എത്തി. അല്ല ശശികാമനുണ്ട്. സോ നമ്മളെങ്ങനെ ഇവിടെ എത്തി. ഫസ്റ്റ് ലഗേജ് ഇറക്കി. ഇപ്പൊ സംഗി പാർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. ഇനി നമ്മള് ഇല്ല നമ്മള് ആരാ വെയിറ്റ് ചെയ്യുന്നത്? ബാക്കി ശശികാമനെ വെയിറ്റ് ചെയ്യാം. സോ ശശികാമൻ വന്നിട്ട് ബാക്കി എടുക്കാം. ഓക്കെ. സോ ഗൈസ് അപ്പം ശശികാമൻ ഇതാ അവരുടെ നമ്മളെ 2ാമത്തെ കാർ എത്തി. സോ നമുക്ക് ബാക്കി ഇവിടെ കീച്ച് വെക്കാം അല്ലേ. ലഗേജും കാര്യങ്ങളും എടുത്ത് വെച്ചു. സോ ശശികാമനെ ഇപ്പം പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വരും. എത്തി നമ്മള് ഈ കാറിലാണ് വന്നേ. D3 ഉണ്ട്, അതായത് 9ാമത്തേല്. സോ നമുക്ക് 9ാമത്തേക്ക് നേരെ പോവാം. ആൾക്കാരുണ്ട്, ഒരു ജാഥക്കുള്ള ആൾക്കാരുണ്ട്. സോ സംഖ്യ മുമ്പ് പോകുന്നുണ്ട്. ശശികാമൻ വരും ഇപ്പം. ഇവിടെ നിൽക്കണോ? സോ നമ്മളെല്ലാരും ഇത് കാണുമ്പോൾ ഞാൻ ട്രിപ്പ് വന്നു ഇങ്ങനെ. ആര് പെട്ടിയും വലിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. സംഖ്യ മുമ്പിലുള്ള മുമ്പില് ഏറ്റവും വെയിറ്റില്ല 2 ലഗേജ് എടുത്തിട്ട് നടക്കുന്നുണ്ട് അല്ലേ. സോ ഇവിടെ ലൈറ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടുള്ളത്. ആര് മെയിൻ പവർ, അതുകൊണ്ടാ വിട്ടുന്നത്. സോ അവരടെത്തി. ലൈറ്റ് നോക്കിയിട്ട് നടന്നോ. അതല്ല, അതാ വെയിറ്റ് അറിയണ്ട, ഉരുട്ടിയാ മതി. അല്ലെങ്കിൽ ആരും നേരത്തെ പറഞ്ഞ പോലെ ഭാഗ്യ പ്രൊഫസറാ. ഈ ബാഗ് ഇട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോന്നാ. അങ്ങോട്ട് ഈ ബാഗ് എടുത്തിട്ടാ. ഈ ബാഗ് എടുക്കാനായിട്ട് തന്നെ നീ കൂട്ടുന്നയാ. ഏടാ നീ എന്നെ പണിക്കാരനൊക്കെ അല്ലടാ. നമ്മളിവിടെ ഇതാണ് നമ്മളെ നിൽക്കേണ്ട സ്ഥലം. ഇവിടെയാണ് 3rd AC വരുന്നത്. സോ എല്ലാവരും ഇവിടെ ഉണ്ട്. വന്നിട്ട് ആകെ 2-3 പേരെ എടുത്തിട്ടില്ല വരുമ്പോ. ബാഗ് പാൻറ്റും അതുപോലെ തന്നെ
ടീഷർട്ട് നെയ്ക്കിന്റെ സ്റ്റുഡിയോ ടീഷർട്ട്. സ്റ്റുഡിയോ ഇപ്പൊ ചെറുത് ഇവിടെ ഉണ്ട്. മഴ പെയ്യും. ട്രെയിൻ ഏകദേശം കണ്ണപുരത്തി. മൂത്തപ്പൻ അവിടെ ഉണ്ട്. മൂത്തപ്പൻ പീടിയ നേരെ വരുക. ശശിയാമനും വരുന്നുണ്ട്. ഒരുത്തരം ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിനൊരു മ്യൂസിക് ഇട്ട് നിങ്ങൾ റീലിട്ടോ. ആഘോഷം ഒരുത്തൻ നാട്ടിൽ പോകുമ്പോൾ ആഘോഷം. ഞാൻ ഭയങ്കര പേടിച്ച പോലെ നോക്കിന്. പക്ഷെ ഇന്ന് ഭയങ്കര ഓണായി. കള്ളൻ കാർഡ്സ് കൊടുത്തിട്ട് ഈ കാർഡ്സ് എനിക്ക് തന്നേക്ക്. ട്രെയിനിൽ കളിക്കാൻ കൊണ്ടുവന്നേ. ഇത് നമ്മള് ബീച്ച് പോയിട്ട് അതെല്ലാം പോക്കറ്റിലിട്ടിട്ട് നീ. പുളിമൂട്ടിന്റെ ഓർമ്മക്ക്. ശശിവാനും മൂത്തപ്പനും വരുന്നുണ്ട്. സോ ബാക്കി എല്ലാരും ഇവിടെ എത്തി. ഈ കാർഡ് എനിക്ക് തരുവാ. നാളെ ക്ലാസ്സിൽ പോണ്ടേ? അശ്വി അത് കേൾക്കൂല. പിന്നെ എനിക്കൊരു കാര്യം പറയണ്ട്. അശ്വി ഗേൾ ഫ്രണ്ടാണ്. അശ്വി നമുക്ക് പരിചയപ്പെടുത്തി തരുവാ. അതാ ഇത്ര തിരക്ക് പോവാൻ. അത് മൈൻഡാക്കുന്നില്ല, അത് പോയത്. നമ്മള് ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പച്ചയായി. സോ നമ്മള് ഇപ്പം ട്രെയിൻ കയറും. ഇപ്പം ട്രെയിൻ വരും. ഇപ്പൊ പോവും. എവിടെയാ നീ പോകുന്നില്ലേ? അല്ല, ട്രെയിൻ ഇപ്പം വരും. അപ്പൊ ഇവരിപ്പം പോവും. സോ ഈ കാണുന്ന ട്രെയിൻ എന്ന് വെച്ചാൽ ലോക്കലാണ്. അതായത് ഇവിടുന്ന് മംഗലാപുരം പോകുന്ന ലോക്കലാണ്. അതായത് ഇവിടെ നിർത്തിയിടുന്ന ട്രെയിനാണ് നമ്മളെ ട്രെയിനുള്ളത്. സോ ഇതാണ് ട്രെയിൻ. സോ അതിന്റെ നല്ല ലൈറ്റ് അടിക്കുന്നുണ്ടാവുന്ന കാണാത്ത. ഇത് ഗുഡ്സാ ഇത് ഗുഡ്സ് ട്രെയിനാ. ഒരു കുടുത്ത കിടന്ന് ഒന്നതിന്റെ സന്തോഷം. ഇന്നലെ ഫുള്ള് പേടിയാണ്ട്. പേടിച്ചോണ്ടാ. ഇന്നലെ അറിയില്ലാന്ന് പറഞ്ഞല്ലോ. അല്ല ശരിക്കും അറിയില്ല. ഇത്ര പോയിണ്ടാവുന്നില്ല. രണ്ടാളും കറക്റ്റ് പൊസിഷൻ ചെക്ക് ചെയ്യാൻ പോവാ. ലൊക്കേഷൻ സെർച്ച് ചെയ്യുന്ന ആരിഷ് പി ഷാജി. അതെന്നാണ് അതിന്റെ ഇടയിൽ വരച്ചാ അതിന് പറയുന്നത് കേൾക്കും. ഓക്കെ. സോ നമ്മളെ മാവേലി ട്രെയിൻ അതാ വരുന്നത്. ട്രെയിൻ ടൈം 8:17. അതായത് ട്രെയിൻ ഇവിടെ എത്തിയില്ല. ഇവര് പറയുന്ന കാസർഗോഡ് എത്തിയെന്നാണ്. അത് കാസർഗോഡ് നിന്ന് ഇവിടുന്ന് കുറെ കിലോമീറ്റർ ഉണ്ട് പോകാൻ വേണ്ടിട്ട്. സോ നമ്മൾ അപ്പുറ സൈഡിൽ പോകുന്നത് മാവേലിയാണ്. മാവേലി എക്സ്പ്രസ് ട്രെയിനിന്റെ അനൗൺസ്മെന്റ് ആയി. അതായത് ഇപ്പം ട്രെയിൻ വരും. എല്ലാരും ഇവിടെ വെയിറ്റിംഗ്. ബൈ. സോ നമ്മളെ ട്രെയിൻ അവിടെ വരുന്നുണ്ട്. സോ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുക. അതായത് പെട്ടെന്ന് ലഗേജ് ആയിട്ട് പെട്ടെന്ന് പോകേണ്ടി വരും. സോ എല്ലാവരും എടുക്കുന്ന ലഗേജ് സംഖ്യയിലൂടെ ലഗേജ് എടുക്കുന്നത്. സോ നമുക്ക് ട്രെയിനിൽ കയറ്റി വന്നിട്ട് ബൈ നോക്ക് ടാറ്റാ ആരു. സോ നമ്മളാരും അങ്ങനെ പോവാണ്. അപ്പം അടുത്ത പ്രാവശ്യം വന്നിട്ട് നമ്മൾ ആരുമായിട്ട് വ്ളോഗ് ഉണ്ടാവും. ടാറ്റ വാ. ടാറ്റ. ബൈ. അപ്പം
അടിപൊളിയായിട്ട് പഠിക്ക്, ഗുഡ് ബൈ ടാറ്റ ഗുഡ് ബൈ ടാറ്റ. ക്രിക്കറ്റെല്ലാം കളിക്ക്. പിന്നെ സോ അങ്ങനെ ട്രെയിൻ football എല്ലാം കളിക്കും. സോ അങ്ങനെ ട്രെയിൻ വന്നു. സോ എല്ലാവരും പോലെ ഓക്കെ. നമുക്ക് ട്രെയിൻ കയറ്റി വിടാം. ഓക്കെ, അതെടുക്കാം ബാക്കി. ബൈ. ഓക്കേ. സോ അവരങ്ങനെ പോലെ ടാറ്റാ. സോ അങ്ങനെ എല്ലാവരും പോലെ ഓക്കെ ബൈ. ട്രെയിൻ വിട്ടു. ഓക്കെ, അടുത്ത പ്രാവശ്യം കാണാം. ആരു ശ്രദ്ധിച്ചോ. ആര് ടാറ്റാ. ടാറ്റാ. നോക്കണോ? ആ. സോ അങ്ങനെ പിള്ളേർ പോയി. ഇതാ ട്രെയിൻ കയറ്റി നമ്മൾ വിട്ടിട്ടുണ്ട്. സോ നമ്മൾ ഇനി തിരിച്ചു പോവാം, വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അതായത് ഒരു ബാഗ് മിസ്സായിപ്പോയി. നമ്മൾ ലാപ്ടോപ്പ് ബാഗ് ഇവിടെ വെച്ചിട്ട് മിസ്സായിപ്പോയി. പക്ഷെ നമുക്കത് കിട്ടി. അതായത് നമ്മുടെ തൊട്ടടുത്ത് ഈ ട്രെയിനിൽ പോകേണ്ട യാത്രക്കാരൻ പറഞ്ഞു നിങ്ങളുടെ ബാഗ് അവിടെ ഒരു ബാഗ് മിസ് അതായത് അവിടെ വെച്ചിട്ടുണ്ട് ചോദിച്ചു. ആ ബാഗ് നമ്മൾക്ക് കിട്ടി, ഭാഗ്യം കൊണ്ട് കിട്ടി. പിള്ളേരെല്ലാം പോയി. സോ നമ്മളും വീട്ടിലേക്ക് പോവുക. ശശികാമൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ കൂട്ടി, കാരണം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇവർ വീട്. സോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മളിവിടെ ഇറക്കിയിട്ട് നമ്മൾ നേരെ ഫാൽക്കണിൽ പോവാം. ഓക്കെ, നമ്മ പോയിട്ട് വരാം. ഓക്കെ. സോ ഗൈസ്, വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ ഭാഗ്യം എന്ന് വെച്ചാൽ അത്രയും ഭാഗ്യം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കയറിയിട്ട് നമ്മളവിടെ പിന്നെ നിൽക്കേണ്ട പൊസിഷനിലും നോക്കി എല്ലാം കറക്റ്റ് ചെയ്ത് നമ്മളെല്ലാവരും നിൽക്കുക. എന്നിട്ട് എല്ലാം കഴിഞ്ഞു. ട്രെയിൻ വരാന്നതിൻ്റെ ഒരു 3 മിനിറ്റ് അല്ലേ 3-4 മിനിറ്റ് മുന്നേ വേറൊരു ഫാമിലി വന്നു. എന്നിട്ട് ചോദിച്ചു നിങ്ങളെ ലാപ്ടോപ്പ് ബാഗാണ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോഴത്തേക്കാണ് നമ്മൾ നോക്കുന്നത് നമ്മളെ അതായത് ബാഗിൻ്റെ കൂട്ടത്തിൽ ഒരു ബാഗ് മിസ്സിങ് ആണ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ലാപ്ടോപ്പും അതിൽ കുറച്ച് കാര്യങ്ങളെല്ലാം, അതായത് ഷാജി ഏട്ടന് സൈറ്റിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ലാപ്ടോപ്പിലാണ്. അപ്പോൾ ആ ലാപ്ടോപ്പിൻ്റെ ബാഗ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വെച്ചിട്ട് നമ്മൾ വന്നത്. നമ്മളത് ശ്രദ്ധിച്ചില്ല, കാരണം അത്രയും ബാഗും എല്ലാവരും വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് പോകുന്നുണ്ടായത്. സോ അതൊരു ഫാമിലി വന്ന് നമ്മൾ ചോദിച്ചു നിങ്ങളെ ബാഗാണോ പുറത്തുള്ളത്. അപ്പാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ലാപ്ടോപ്പ് ബാഗ് പുറത്ത് വെച്ചിരുന്നത്. എന്നിട്ട് നമുക്ക് കിട്ടി. അതും ട്രെയിൻ എത്തി സ്റ്റേഷനിൽ ഓൾറെഡി എത്തി. ലൈറ്റ് അതായത് ട്രെയിൻ എത്തി കയറുന്ന സ്റ്റേഷനിൽ. അപ്പാട് നമ്മൾ വേഗം പോയിട്ട് എടുത്തു. എന്നിട്ട് ലാപ്ടോപ്പ് ബാഗ് കിട്ടി. ഭാഗ്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഭാഗ്യം. അതായത് അവരവിടെ വരണമെങ്കിലും നമ്മൾ ചോദിക്കണം. അതായത് ഇത്രയും സ്റ്റേഷനിൽ അത്രയും ആളുണ്ട്, അവർക്ക് ആരോട് വേണമെങ്കിൽ ചോദിക്കാം. കറക്റ്റ് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മോട് ചോദിച്ചു നിങ്ങളെ ബാഗാണോ. അതായത് അവരാ വണ്ടിയിൽ കയറി പോകേണ്ട ആളാണ്, നമ്മളെ ബാഗാണോ ചോദിച്ചു. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന ഈ കാര്യം. എന്നിട്ട് വേഗം പോയിട്ട് ബാഗ് എടുത്തു. അപ്പം എന്നിട്ട് നമ്മൾ ഫുള്ള് ബാഗ് എണ്ണി എല്ലാം കറക്റ്റ് ഉണ്ടോ നോക്കി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. സോ അങ്ങനെ നമ്മളെ ലാപ്ടോപ്പ് ബാഗ് കിട്ടി. അതൊരു സംഭവം അല്ലേ, ഒരു സംഭവം തന്നെ. അതായത് ഞാൻ ട്രെയിനിൽ ഇങ്ങനെ ലഗേജെല്ലാം പിടിച്ച് കയറ്റാൻ നിൽക്കുന്ന സമയത്താണ് ഈ ബാഗിൻ്റെ ഇതവർ വന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതിൽ ഉൾപ്പെടുത്താനും പറ്റിയിട്ടില്ല. സോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഭാഗ്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഭാഗ്യം വേറെ ലൈഫിലില്ല. നമ്മളെല്ലാം ഞെട്ടിപ്പോയി. അതായത് നമ്മുടെ തന്നെ വന്ന് പറയുകയും ചെയ്തു, നമ്മൾ എടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് കാര്യങ്ങൾ. സോ നമ്മൾ അവരെ കൊണ്ടാക്കി നേരെ ഫാൽക്കണിൽ പോയിട്ട് ചെറിയ എന്തെങ്കിലും ഫുഡ് കഴിക്കണം, എന്നിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോകണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഫാൽക്കണിലെത്തി. ഇതാണ് ഫാൽക്കൺ. സോ നമ്മൾ നേരെ കയറി ഫുഡ് കഴിക്കാം. ഇപ്പോൾ ഫാൽക്കണിനെ കുറിച്ച് പറയുന്നത് ഇതാണ് അൽഫാം. സോ നമ്മൾ അൽഫാം ലൈമാണ് ഓർഡർ ചെയ്യും. ഇപ്പോൾ കുബൂസ് വരും. സോ നമുക്കിത് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകാം. ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി അവിടുന്ന് നല്ല മഴ. സോ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ നടക്കണം. ബൈ ബൈ. നല്ല മഴ.